നമസ്കാരം. PSC Challenger Pro, നെറ്റ് ആൻഡ് JRFിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക് രാജവംശം വിശദമായി പഠിക്കുകയാണ്. ക്രിസ്തുവർഷം 1320-ൽ ഖിൽജി രാജവംശത്തിന്റെ പതനത്തിനു ശേഷം ഗിയാസുദ്ദീൻ തുഗ്ലക് രാജവംശം സ്ഥാപിച്ചു. ഏകദേശം 1414 വരെ ഏകദേശം 94 വർഷക്കാലം ഈ രാജവംശം ഡൽഹി സുൽത്താനേറ്റിൽ ഭരണം നടത്തി. തുഗ്ലക് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഈ ഭരണാധികാരികളിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് തന്റെ ധീരമായ ഭരണപരീക്ഷണങ്ങളിലൂടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പല നയങ്ങളും ഇന്നും ചരിത്രകാരന്മാർ ചർച്ച ചെയ്യുന്നു. അതേസമയം ഫിറോസ് ഷാ തുഗ്ലക് ജലസേചന പദ്ധതികൾ, കനാലുകൾ, തോട്ടങ്ങൾ, നഗരങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപിച്ചതിലൂടെ പ്രശസ്തനായി. NET, JRF, PSCSC പരീക്ഷകളിൽ തലസ്ഥാനം മാറ്റൽ, ടോക്കൺ നാണയ പദ്ധതി, ദോആബ് നികുതി നയം, ഫിറോസ് ഷായുടെ പൊതുപ്രവർത്തനങ്ങൾ, തുഗ്ലക് രാജവംശത്തിന്റെ പതനകാരണങ്ങൾ എന്നിവയിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇനി നമുക്ക് തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെക്കുറിച്ച് പഠിക്കാം. ക്രിസ്തുവർഷം 1320-ൽ ഖിൽജി രാജവംശത്തിന്റെ അവസാന ഭരണാധികാരിയായ ഖുസ്രുഖാനെ പരാജയപ്പെടുത്തിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരിയായത്. ഇതോടെയാണ് തുഗ്ലക് രാജവംശത്തിന്റെ തുടക്കം. ഭരണമേറ്റെടുത്തപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് വീണ്ടും ക്രമസമാധാനം സ്ഥാപിക്കാൻ ഗിയാസുദ്ദീൻ തുഗ്ലക് നിരവധി നടപടികൾ സ്വീകരിച്ചു. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. പ്രവിശ്യകളിലെ ഗവർണർമാരെ കൂടുതൽ കർശനമായി നിയന്ത്രിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനമാണ് തുഗ്ലക്കാബാദ് കോട്ട. ഡൽഹിക്ക് സമീപം പണികഴിപ്പിച്ച ഈ കോട്ട തുഗ്ലക് വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ഉയർന്ന മതിലുകളും ശക്തമായ പ്രതിരോധ സംവിധാനവും ഈ കോട്ടയുടെ പ്രത്യേകതകളാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ബംഗാളിലേക്കും സൈനികയാത്ര നടത്തി. അവിടുത്തെ കലാപങ്ങൾ അടിച്ചമർത്തി ഡൽഹി സുൽത്താനേറ്റിന്റെ നിയന്ത്രണം വീണ്ടും ഉറപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ ദൈർഘ്യമേറിയതായിരുന്നില്ല. 1325-ൽ ബംഗാളിൽ നിന്നുള്ള വിജയയാത്രയ്ക്ക് ശേഷം മടങ്ങിവരുന്നതിനിടെ ഒരു മണ്ഡപം തകർന്നു വീണ് അദ്ദേഹം മരണപ്പെട്ടു. ഈ മരണത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഇത് അപകടമെന്നാണ് കരുതുന്നത്, മറ്റു ചിലർ ഗൂഢാലോചനയായിരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. ഗിയാസുദ്ദീന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ മുഹമ്മദ് ബിൻ തുഗ്ലക് അധികാരത്തിലെത്തി. ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും വിവാദപരവുമായ ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹം മാറി. ഇനി നമുക്ക് തുഗ്ലക് രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനും വിവാദപരനുമായ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെക്കുറിച്ച് പഠിക്കാം. ക്രിസ്തുവർഷം 1325-ൽ പിതാവായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മരണശേഷം മുഹമ്മദ് ബിൻ തുഗ്ലക് സുൽത്താനായി അധികാരമേറ്റു. വിദ്യാഭ്യാസത്തിലും അറിവിലും അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. അറബിക്, പേർഷ്യൻ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. ഗണിതം, വൈദ്യശാസ്ത്രം, തത്വചിന്ത, മതശാസ്ത്രം എന്നിവയിലും അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പല ഭരണപരിഷ്കാരങ്ങളും പ്രായോഗികമായി വിജയിച്ചില്ല. അതുകൊണ്ടുതന്നെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ബുദ്ധിമാനായെങ്കിലും പ്രായോഗികത കുറവുള്ള ഭരണാധികാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് നിരവധി ഭരണപരീക്ഷണങ്ങൾ നടപ്പിലാക്കി. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റിയത്, ചെമ്പും പിച്ചളയും ഉപയോഗിച്ച് ടോക്കൺ നാണയങ്ങൾ പുറത്തിറക്കിയത്, ദോആബ് പ്രദേശത്ത് ഭൂനികുതി വർദ്ധിപ്പിച്ചത്, ഖുറാസാൻ അധിനിവേശത്തിനായി വലിയ സൈന്യത്തെ സജ്ജമാക്കിയത്, കരാച്ചിൽ സൈനികയാത്ര സംഘടിപ്പിച്ചത്. ഇവയിൽ ചില പദ്ധതികൾ നല്ല ലക്ഷ്യത്തോടെയായിരുന്നെങ്കിലും ശരിയായ ആസൂത്രണത്തിന്റെ അഭാവവും ജനപിന്തുണ ലഭിക്കാതിരുന്നതും കാരണം പലതും പരാജയപ്പെട്ടു. അതേസമയം ഭരണസംവിധാനം ശക്തിപ്പെടുത്താനും സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഏറ്റവും പ്രശസ്തമായ ഭരണപരീക്ഷണമായ തലസ്ഥാനം മാറ്റൽ നോക്കാം. ക്രിസ്തുവർഷം 1327-ൽ
അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു. ദൗലത്താബാദിന്റെ പഴയ പേര് ദേവഗിരി എന്നായിരുന്നു. ഈ തീരുമാനത്തിന് 3 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തായതിനാൽ സാമ്രാജ്യം എളുപ്പത്തിൽ ഭരിക്കാം. മംഗോളരുടെ ആക്രമണങ്ങളിൽ നിന്ന് ഡൽഹിയെ സംരക്ഷിക്കാം. ദക്ഷിണേന്ത്യയിലെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാം. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെയും സൈനികരെയും നിരവധി കുടുംബങ്ങളെയും ദൗലത്താബാദിലേക്ക് മാറ്റി. എന്നാൽ ദീർഘയാത്രയും കഷ്ടപ്പാടുകളും കാരണം ജനങ്ങളിൽ വലിയ അസന്തോഷമുണ്ടായി. അവസാനം പദ്ധതി വിജയിക്കാതെ വന്നതോടെ മുഹമ്മദ് ബിൻ തുഗ്ലക് വീണ്ടും തലസ്ഥാനം ഡൽഹിയിലേക്ക് തിരികെ മാറ്റി. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടോക്കൺ നാണയ പദ്ധതി നോക്കാം. ക്രിസ്തുവർഷം 1329 മുതൽ 1330 വരെ സ്വർണ്ണവെള്ളി നാണയങ്ങൾക്ക് പകരം ചെമ്പ്, പിച്ചളം എന്നിവ കൊണ്ടുള്ള ടോക്കൺ നാണയങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. ലക്ഷ്യം സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ വ്യാജ നാണയങ്ങൾ വ്യാപകമായി നിർമ്മിക്കപ്പെട്ടതിനാൽ പദ്ധതി പരാജയപ്പെട്ടു. പിന്നീട് ടോക്കൺ നാണയങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. ഇനി ദോആബ് നികുതി നയം നോക്കാം. ദോആബ് എന്നത് ഗംഗയും യമുനയും തമ്മിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഇവിടെ ഭൂനികുതി ഉയർത്തി. എന്നാൽ വരൾച്ചയും ക്ഷാമവും കാരണം കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല. കലാപങ്ങൾ ഉണ്ടാവുകയും പദ്ധതി പരാജയപ്പെടുകയും ചെയ്തു. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അവസാന 2 പ്രധാന പദ്ധതികൾ നോക്കാം. ആദ്യത്തേത് ഖുറാസാൻ പദ്ധതി. ഖുറാസാൻ ആക്രമിക്കാൻ വലിയ സൈന്യത്തെ അദ്ദേഹം തയ്യാറാക്കി. എന്നാൽ യുദ്ധം നടന്നില്ല. ഇതോടെ സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. രണ്ടാമത്തേത് കരാച്ചിൽ സൈനികയാത്ര. ഹിമാലയൻ പ്രദേശങ്ങളിലേക്കുള്ള ഈ സൈനിക നീക്കം ദുഷ്കരമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും കാരണം പരാജയപ്പെട്ടു. ഇനി തുഗ്ലക് രാജവംശത്തിലെ മറ്റൊരു പ്രധാന ഭരണാധികാരിയായ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പരിചയപ്പെടാം. ക്രിസ്തുവർഷം 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മരണശേഷം ഫിറോസ് ഷാ തുഗ്ലക് അധികാരത്തിലെത്തി. അദ്ദേഹം യുദ്ധങ്ങളെക്കാൾ ജനക്ഷേമത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കനാലുകൾ, കിണറുകൾ, തോട്ടങ്ങൾ, നഗരങ്ങൾ, പള്ളികൾ, മദ്രസകൾ എന്നിവ നിർമ്മിക്കപ്പെട്ടു. കൃഷി വികസനത്തിനും ജലസേചനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകി. ചരിത്രരേഖകൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സമാധാനവും സാമ്പത്തിക സ്ഥിരതയും വർദ്ധിച്ചു. പരീക്ഷാ പോയിന്റുകൾ. ഭരണകാലം 1351 മുതൽ 1388 വരെ. ജലസേചന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി. കനാലുകൾ, നഗരങ്ങൾ, മദ്രസകൾ നിർമ്മിച്ചു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തൻ. ഇനി തുഗ്ലക് രാജവംശത്തിന്റെ പതന കാരണങ്ങൾ നോക്കാം. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ മരണശേഷം അധികാരത്തിനായി ആഭ്യന്തര സംഘർഷങ്ങൾ ആരംഭിച്ചു. ദുർബലരായ ഭരണാധികാരികൾ അധികാരത്തിലെത്തിയതോടെ കേന്ദ്രഭരണം തകരാൻ തുടങ്ങി. പ്രവിശ്യ ഗവർണർമാർ സ്വതന്ത്രരാകാൻ ശ്രമിക്കുകയും സാമ്രാജ്യത്തിന്റെ നിയന്ത്രണം ക്രമേണ കുറയുകയും ചെയ്തു. ക്രിസ്തുവർഷം 1398 തിമൂർ ഇന്ത്യ ആക്രമിച്ച് ഡൽഹി കൊള്ളയടിച്ചു. ഈ ആക്രമണമാണ് തുഗ്ലക് രാജവംശത്തിന് വലിയ തിരിച്ചടിയായി. അവസാനം ക്രിസ്തുവർഷം 1414 സയ്യിദ് രാജവംശം അധികാരത്തിലെത്തിയതോടെ തുഗ്ലക് രാജവംശത്തിന് അന്ത്യം കുറിച്ചു. അടുത്ത വീഡിയോയിൽ സയ്യിദ് രാജവംശം പരീക്ഷാ കാഴ്ചപ്പാടോടെ വിശദമായി പഠിക്കാം. ചരിത്രം പഠിക്കൂ, വിജയം സ്വന്തമാക്കൂ. നന്ദി. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.